ഹലോ, ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ലേ? ഇന്ന് അവധിയല്ലേ? ഇന്ന് ഉക്കവള്ളിയൊക്കെ ആയതുകൊണ്ട് ഓഫീസ് അവധിയല്ലേ? അതുകൊണ്ട് ഞാൻ അടുക്കളയ്ക്ക് അവധി കൊടുത്തു. മൈ ഗോഡ്. അല്ല, ഇന്ന് അവധിയുള്ള ദിവസം ആയതുകൊണ്ട് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല നാടൻ ഫുഡായിട്ട് ഇന്ന് ചക്കപ്പുഴുക്കും രാവിലെ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട മീൻകറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കൊള്ളാവോ? കൊള്ളാം. ഇഷ്ടമാണോ? നല്ലതിനും കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. 9:30 അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പം നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ചക്ക അടുപ്പത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇലയൊക്കെ ഇട്ട് ചക്ക അടുപ്പത്ത് വെച്ചു. മീൻകറി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ചട്ടിയും ചൂടൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. മത്തിയാണ് നമ്മൾ മാങ്ങ ഇട്ട് കറി വെക്കാൻ പോകും, തേങ്ങ അരച്ച്. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കറിക്കാം. അത് ഞാൻ പിന്നെ അരച്ചോളാം വെച്ചാൽ. ഓക്കെ. അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. ആദ്യം ചക്കയ്ക്ക് ഉണക്കിയുള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഏറെ തേങ്ങ ഇരിക്കുന്നത്. ഇതിലേക്കുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കീറിയിടുന്നതുകൊണ്ട് മുളക് പൊടി ശകലം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവിനനുസരിച്ച് മീൻ കറിക്കാണ് ഒരുപാട് നമ്മൾ മുളക് അരച്ച മീൻ കറി അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ട. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി. ചട്ടി ചൂടായപ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്തേ. എണ്ണ ചൂടായിട്ടിരിക്കുക. പിന്നെ നമുക്ക് മീൻ കറിക്ക് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിത് പാകത്തിന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഓയിലിട്ട് കൊടുക്കുവാണേ. അരച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ട് വെണ്ണ പോലെ നല്ലപോലെ അരയണം. എന്നാലും നമുക്ക് കറിക്ക് നല്ല സ്വാദം ഉണ്ടാവും. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ടേ. നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടായി നമ്മുടെ എണ്ണ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിൽ ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചാറിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഒരുപാട് ആവരുത്. ഒരുപാടായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മാങ്ങ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് പുളിയിട്ട് കൊടുക്കാം. പച്ചമാങ്ങ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് നമ്മളെന്താ കുടംപുളി ചേർക്കില്ല. കുടംപുളി നമ്മൾ തേങ്ങ അരച്ച മീൻ കറിക്ക് പച്ചമാങ്ങയാണ് നല്ലത് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് അരിയിട്ട് കൊടുക്കുക. നമ്മുടെ പുളിയുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട. പിന്നെ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. മുളക് പൊടി ശകലം ചേർക്കുക. പച്ചമുളക് കീറിയിടുന്നത് കൊണ്ട് വേണേ. അപ്പോൾ ഒരു 4 പച്ചമുളക് ഞാൻ ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5-6 കഷ്ണം 5-6 കഷ്ണം ചെറിയ ഉള്ളി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചി കൂടെ നമുക്ക് ഇതിലേക്ക് കൊത്തിയിട്ട് കൊടുക്കാം. ചക്ക നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കി നമുക്ക് ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കാം. ചക്കയുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഒരു ഇത്രയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കാം. അര സ്പൂൺ കൂടെ ഇട്ടോ. ഇതിന്റെ അരപ്പ് ഞാൻ റെഡിയാക്കിയില്ല. മീൻ അരച്ചരപ്പത്ത് കണ്ടോണ്ടേ അരപ്പ് ഞാൻ റെഡിയാക്കിയില്ല. അപ്പൊ നമുക്ക് ഇതോട്ട് വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് നമുക്ക് ഇതോട്ട് അടച്ചു വെക്കാം. ഒന്നുകൂടെ എന്നിട്ട് നമുക്ക് അരപ്പ് കൂടി വെക്കാം.
വാഴയില ഇട്ട് ചക്ക വെക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല മണമൊക്കെയാണ്. അതിനാണ് വാഴയില ഇട്ട് നമ്മൾ ചക്ക അടച്ചു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി ബാക്കി കൂടെ കൊത്തിയിട്ട ശേഷം ഇതങ്ങ് മീൻകറി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങയൊക്കെ ചെറിയ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ്. ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മതിയാവും. നമുക്ക് മത്തിയാണ്. മത്തി കഴുകി വെട്ടി ഫ്രിഡ്ജിലാക്കി വെച്ചേക്കുമായിരുന്നു. നമുക്ക് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ചു വെക്കാം. ഇവിടെ നിന്ന് വേറട്ടെ. നമുക്കപ്പോഴത്തേക്കും ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. വെളുത്തുള്ളി കാന്താരി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി കറിവേപ്പില 2 തണ്ട് ചേർത്ത് കൊടുത്തു. നമ്മുടെ പാകത്തിന് തേങ്ങ. മറ്റേ തേങ്ങ മുഴുവൻ വേണോ? തേങ്ങ മുഴുവൻ വേണോ? അപ്പം നമുക്ക് തേങ്ങ ഇത്ര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് കൈയൊന്ന് കഴുകിയിട്ട് വരാം. പാകത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചക്കയ്ക്ക് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. മീനിന്റെ തീ ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ചക്കയ്ക്ക് അരപ്പിത് മതി. അരപ്പിട്ടേക്കട്ടെ. അരപ്പിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. അരപ്പ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചൂടാകും. അരപ്പം ചൂടാകും. അപ്പം നമ്മൾ പെട്ടെന്ന് ഇട്ട ഉടനെ എടുക്കുക വേണ്ട. എല്ലായിടത്തും തേങ്ങയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. അരപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് യോജിക്കാനായിട്ട് ഇച്ചിരി ചെറിയ ജാറിലേക്ക് തന്നെ ഇച്ചിരി നമ്മൾ അരച്ച ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ഇങ്ങനെ ഒഴിക്കും. നമ്മുടെ മീനിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. മീൻ തിളച്ചു. അരപ്പിങ്ങനെ ഒന്ന് കുത്തി താഴ്ത്തു കൊടുക്കുക. ചുമ്മാ ഒന്ന് ഇളക്കിയതേ ഉള്ളേ. ഓക്കെ, വെറുതെ ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. അരപ്പൊക്കെ നിലത്ത് പിടിക്കാനായിട്ട് ഒന്ന് കുത്തിയൊക്കെ താത്തു വെച്ച് കൊടുത്തു. നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം. വീണ്ടും അടച്ചു വെച്ചു. തവി ഇവിടെ തന്നെ ഇരിക്കും. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കിന്റെ പരിപാടി, മീൻകറിയുടെ പരിപാടി രാവിലത്തെ പെട്ടെന്ന് സെറ്റായി. ഇനി നമ്മൾ തവി ഇട്ട് ഇളക്കിയാൽ മീൻ ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോ. അപ്പം നമുക്കത് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. താഴെ ചോട്ടിൽ, ചട്ടിയുടെ ചോട്ടിൽ പിടിക്കാതായിരിക്കും. അപ്പം നമുക്ക് അതിനാണ് ഞാൻ വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു വെച്ച് കൊടുത്തത്. തിളച്ചു. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാം. മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങണം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ വെട്ടി തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി മീൻകറി ആയിട്ടുണ്ട്. മീൻകറി ഇവിടെ സെറ്റായി. അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ചക്ക ഇനി വാങ്ങി കുഴച്ചെടുക്കാൻ പോവാണ്. അതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇല കൊണ്ട് തന്നെ അടയ്ക്കാനോ? ഇല കൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് തവി കഴുകിയെടുക്കാം അല്ലേ? കഴുകിയെടുക്കാം.
അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മൾ രാവിലെ മീൻകറിയും കൂട്ടി ചക്കപ്പുഴുക്ക് കഴിക്കുവാണ്. അടിപൊളിയാ, സൂപ്പർ. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ കാണാം. രാവിലെ ചക്കപ്പുഴുക്കും നമ്മുടെ മീൻകറിയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5-6 കോവയ്ക്ക നോക്കിയപ്പോൾ ഇരിപ്പുണ്ടേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശകലം തോരൻ വെക്കാനായിട്ട് മുരിങ്ങയില പറിക്കാനായിട്ട് വന്ന കേട്ടോ ഞാൻ പറമ്പിൽ. അപ്പം മുരിങ്ങയില തോരൻ ഉണ്ടാക്കി ഒരു 5-6 കോവയ്ക്ക ഉണ്ടാകും, നമുക്ക് മെഴുക്കോട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് പുറത്ത് നിന്ന് നിൽക്കുന്നത് കണ്ടതേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുരിങ്ങയില ഇലക്കറിയൊക്കെ ആകുമ്പോൾ നല്ലതല്ലേ, ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് ഇല എടുക്കാനായിട്ട് വന്നതാണ്. ഒരുപാട് മൂത്ത ഇല വേണ്ട, ചെറിയ തളിരയാണ് നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്നത്. ഒത്തിരി മൂത്ത് പോയ താഴത്തെ ഇല നമ്മൾ എടുക്കത്തില്ല. ഇതുപോലെ താഴത്തേത് വിടും, എന്നിട്ട് മുകളിലത്തെ ഇലകൾ മാത്രം കുഞ്ഞു കുഞ്ഞു ഇലകളില്ലേ അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് മുരിങ്ങയിലയും കൂടെ എടുത്തിട്ട് തോരൻ വെക്കണം. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു പൊളിക്കാൻ മടി ഉള്ളതുകൊണ്ടാണ്. നോക്കട്ടെ, ചിലപ്പം ഞാൻ 5-6 മതിയല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പക്ഷേ അങ്ങനെ എടുക്കാൻ എനിക്ക് ആലോചനയുണ്ട്. ഇന്ന് അവധിയുള്ള ദിവസം ആയതുകൊണ്ട് ഇതിനൊക്കെ നേരമുണ്ട്. അപ്പോൾ എന്നാൽ ചക്ക ഉള്ളത് കൊണ്ട് ചക്കക്കുരു ഒക്കെ എടുത്തു കഴിഞ്ഞുണ്ടല്ലോ അത് നമുക്ക് പിന്നെ വേസ്റ്റ് ആകും ചിലപ്പോൾ ഒരുപാടാക്കി കഴിഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ ചക്കക്കുരു എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുരിങ്ങ തന്നെ വെക്കും. എന്നിട്ട് ഇവിടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ നമുക്ക് മുരിങ്ങയെല്ലാം ഞാൻ കൊണ്ടുവന്ന് അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കോവയ്ക്ക മെഴുകുവരട്ടി ഉണ്ടാക്കുന്നില്ല, കാരണം മുരിങ്ങ ചക്കക്കുരു കൂടെ തോരൻ വെക്കുന്നതുകൊണ്ട് ചക്കക്കുരു ഞാൻ എല്ലാം ചിരണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു. നമ്മുടെ കോവയ്ക്ക ഒരു 5 കോവയ്ക്ക നമ്മുടെ കോവലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് മെഴുകുവരട്ടി വെച്ചാൽ ഒന്നുമില്ല. അപ്പം ഞാൻ ചക്കക്കുരു കൂടെ ഇട്ടിട്ട് നമ്മുടെ മുരിങ്ങ തോരൻ വെച്ചാൽ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതാക്കി. ഇത് ഡാല് കറിയാണ് കേട്ടോ, അമ്മ ഉണ്ടാക്കിയതാണ്, ഡാല് കറിയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കടുക് പൊട്ടിച്ച് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയിലയാണ് നമ്മൾ തോരൻ വെക്കുക. ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ ആയതുകൊണ്ട് തിളച്ച് മറിഞ്ഞു. ഓഫാക്കിയാക്കട്ടെ. നമ്മുടെ ഡാല് നന്നായിട്ട് തിളച്ചെങ്കിൽ ഓഫാക്കിയൊക്കെ അമ്മ പറയുമായിരുന്നു. ഇന്നത്തെ ഇത് ഒഴിക്കാനായിട്ട് ഡാല് കറിയാണ്. അച്ഛൻ മത്തിക്കറി കൂട്ടത്തില്ല, അപ്പം അതുകൊണ്ടാണ് ഡാലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കടുക് പൊട്ടി നമുക്ക് ചക്കക്കുരു ആദ്യം കൊണ്ട് കറിവേപ്പിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇലത്തോരനാണ് എങ്കിലും കൂടി ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലത്തോരനാകുമ്പോൾ നേരത്തെ ഇതിലും കുഴപ്പമില്ല. ചക്കക്കുരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങോട്ടിട്ട് ആദ്യം വേവിക്കാം, കാരണം ഇല നമുക്ക് പെട്ടെന്ന് വെന്ത് വരും. ആ ചക്കക്കുരു നമ്മൾ ആദ്യം വേവിച്ചാലേ വേവ് കറക്റ്റായിട്ട് വരുള്ളൂ. ചക്കക്കുരു നമ്മൾ പാകത്തിന് ഉപ്പ് കൊടുത്ത് കൊടുത്ത് വേവിക്കാം. ഇലയ്ക്ക് ഒറ്റ ആവി കൊണ്ടാൽ മതി, നമ്മുടെ ഇല നന്നായിട്ട് വേവും. അപ്പോൾ ചക്കക്കുരു നമുക്ക് ആദ്യം പാകത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നത് വേവിക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ചക്കക്കുരു നന്നാകുന്ന അത്ര ഉള്ളതുകൊണ്ട് അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്കിത് അവിടെ ഇരുന്ന് വേവട്ടെ, ഇതുവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയില ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തോരനുള്ള അരപ്പ് റെഡിയാക്കാം. ശകലം തേങ്ങായും മഞ്ഞപ്പൊടി, ഒരു സവാളയുടെ ഹാഫ്, ഉള്ളി പൊളിക്കാൻ മടിയായിരുന്നു, പിന്നെ വെളുത്തുള്ളി 5-6 കഷ്ണം ചക്കക്കുരു ആയതുകൊണ്ട്, പിന്നെ ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. ഒരു 5-6 കഷ്ണം കാന്താരി അതുകൂടി ചേർത്ത് കൊടുക്കുവാണ്. പച്ചമുളക് അല്ല, കാന്താരിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ സവോള എടുത്ത് വെച്ചത് കട്ട് ചെയ്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങായും മഞ്ഞപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല തന്നെ വെക്കുന്നതിനെക്കാട്ടിലും ഒരു പൊലിപ്പ് വരും നമ്മുടെ തോരനും ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കാം.
വെള്ളം പറ്റുമ്പോഴത്തേക്ക് നമുക്ക് തോരന് ചതച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് ചതഞ്ഞു വന്നു. വെള്ളം പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ചക്കക്കുരു നമ്മൾ അപ്പത്തേക്ക് വെന്ത് വരും. അപ്പത്തേക്ക് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. വെള്ളം പറ്റട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരുവിൻ്റെ വെള്ളമല്ല പറ്റിയെന്ന് നോക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചക്കയില കൂടി ഉള്ളൂ. അപ്പം നമുക്ക് താഴെ ഭാഗത്ത് മാത്രം. ആ സമയത്ത് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച അരിഞ്ഞു വെച്ച് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഒറ്റ ആവി കയറിയാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നു. ഇലയായതുകൊണ്ട് മുരിങ്ങ ഇട്ട് കൊടുത്ത് നമുക്കിനി അരച്ചു വെച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒട്ടും വെള്ളവും ചേർക്കണ്ട. അരപ്പം ചൂടാവാനായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ് കാണുമ്പോൾ. പച്ചയും മഞ്ഞയും കളറും കൂടെ കാണുമ്പോൾ നല്ല കളർഫുൾ തോരനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോസ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, ഉച്ചക്കത്തേതും എല്ലാം കഴിഞ്ഞു. ഇത് നിരത്തി ഇങ്ങനെ അടച്ചു വെക്കാതെ ഞാൻ നിരത്തി ഒരു മിനിറ്റ് കൂടെ വെക്കുവേ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇതാണ് റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തു. അപ്പം തോരൻ ഇവിടെ റെഡി. ഇതുപോലുള്ള നല്ല വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.